വെയിലത്ത് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. പോക്കൂട്ടാ പോക്കൂട്ട മുഖം തിരിക്കടാ. പോക്കൂട്ട കാണാനില്ല. എവിടെയല്ലേ ഇവിടെ പോക്കൂട്ടൻ ഹെലികോപ്റ്റർ നോക്കിക്കൊണ്ടിരിക്കാണ്. വെയിലും ഉണ്ട് അതിൻ്റെ ഇടയിൽ. പോക്കൂട്ടൻ്റെ ചെരുപ്പ് പോയിണ്ടായിരുന്നു. പോക്കൂട്ടൻ തന്നെ കണ്ടുപിടിച്ചു. പോയി എന്ന് പറഞ്ഞപ്പോൾ എന്താ മനസ്സിലാവണ്ടായിരുന്നില്ല. അല്ല പോക്കൂട്ടൊരു CID തന്നെ. പോക്കൂട്ട അങ്ങനെ കയറി സീറ്റ് പിടിച്ചിട്ടുണ്ട്. ഫുൾ ചൂടാണ്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തു അൽഫാൻ എമിറേറ്റ്സിലേക്ക് പോകാമെന്ന്. നമ്മുടെ സ്ഥിരം സ്ഥലം അവിടെ തന്നെയാണ്. അപ്പം എന്തായാലും ഇനി അവിടെ പോയിട്ട് കാണാം. ഇവിടുത്തെ ഒരു പഴയ സിമെൻറ്റ് ഫാക്ടറിയാണ്. പഴയ ലാൻഡ്മാർക്ക് ഈ നേരെ കാണുന്നത്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഒടുക്കത്തെ വെയിൽ, പിന്നെ വിയർപ്പും. അതാണ് ഇപ്പോൾ അവസ്ഥ. നമ്മൾ ഇവിടെ തന്നെയാണ് കൂടുതലും വരാറുള്ളത്. എവിടെയാകുമ്പോൾ നമുക്ക് അഫോർഡബിൾ പ്രൈസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവിടെ തന്നെയാണ് ഏറ്റവും ഈസിയും. പക്ഷെ ചെറിയ പ്രശ്നം പാർക്കിംഗ് മാത്രമാണ്. എന്താ ചൈന ഇഷ്ടപ്പെട്ടില്ല? പോക്കൂട്ടാ അന്ന് പിടിച്ച് വലിക്കരിക്കോ നോക്കട്ടെ. നോക്കിയേ നോക്കട്ടാ. പെട്ടി നോക്കി നോക്കുകയാണെങ്കിൽ 295 195 സിമ്പിൾ പ്രൈസാണ്. അത്രയ്ക്കിനും ഉണ്ടാവുള്ളൂ. നല്ലൊരു ഏരിയ തന്നെയുണ്ടല്ലോ അത്. തിളങ്ങാൻ ഡ്രസ്സുകൾ വേണ്ട. ആരാ നോക്കൂട്ടാ? കൂട്ടാ എന്താണ്? എന്താ സൗണ്ട്? ആരാ? വാ പോവാ. പോകട്ടോ. തേരാപ്പാര നടന്നിട്ട് കാര്യം, പോവാന്നാ. ഇങ്ങനെ പോയാൽ നമ്മളോട് ഒന്ന് തിരിച്ചു പോകേണ്ടി വരും. നമുക്ക് വിചാരിച്ച പോലെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല. എനിക്ക് വല്ലതുണ്ടോ നോക്കണം. അതാണ് എൻ്റെ പ്ലാനുകൾ. നോക്കട്ടെ. ഇവിടെ കുറച്ച് ബൂട്ടുകളുടെ കളക്ഷനൊക്കെ ഉണ്ട്. ഷൂസുകൾ, ജെൻസിൻ്റെ കളക്ഷനാണ്. നല്ല വെറൈറ്റി സാധനങ്ങളുണ്ട്. പോക്കൂട്ടാൻ
അവൻ്റെ ശൂശിയായിട്ട് അലമ്പുണ്ടാക്കുകയാണ്. ഇതിനെടുത്താലോ? മീഡിയം ആണ് എക്സൽ ആണോ വലുത് വേണോ? എക്സൽ എടുത്തോ. എക്സൽ കളർ ഇതല്ല നല്ലത്. പിന്നെ ബ്ലൂ കുറേ ഉള്ളതല്ലേ. ഈ പ്രാവശ്യം ഇവിടെ നല്ല നല്ല മോഡലുകളുണ്ട്. നമ്മൾ സാധാരണ വരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മോഡൽസ് ഉണ്ടാവാറില്ല. നല്ല വെറൈറ്റി ആയിട്ടുണ്ട് എന്തായാലും. ടീഷർട്ടിൻ്റെ കയ്യിൽ നല്ലൊരു കളക്ഷൻ ഉണ്ട്, പക്ഷേ ഭയങ്കരമായിട്ട് കട്ടിയുള്ള തുണികളായിട്ട് തോന്നുന്നത്. നമുക്കിപ്പോൾ ചൂടായതുകൊണ്ട് ഈ മോഡൽസ് ഒന്നും ഇടാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഫീലായിരിക്കും, ഭയങ്കരമായിട്ട് നമുക്ക് വയർക്കും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. ഇങ്ങനത്തെ പാൻറ്റ് നോക്കിയല്ലോ, വെറൈറ്റി സാധനമാവല്ലോ. ഞാൻ ഇങ്ങനത്തെ നോക്കിയാ നമ്മുടെ പർച്ചേസിങ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. കുട്ടേൻ്റെ ഇടയിൽ അലമ്പുണ്ടാക്കലാണ്, അതാണ് മെയിൻ പ്രശ്നം അല്ലേ കുട്ടാ? നീ എന്നിട്ട് നോക്കണം, ഇനി എന്തിന് പോക്കുട്ടി നോക്കണം? ഫോണോടെ എടുത്തതല്ലേ. പോക്കൂട്ടൻ്റെ അടുത്ത ഡ്രസ്സുകൾ നോക്കി തുടങ്ങി. പോക്കൂട്ടാ നിന്റെ സ്റ്റൈല് നോക്കട്ടെ. പോക്കൂട്ടാ നോക്കട്ടെ. പോക്കൂട്ടാ ഈ പറഞ്ഞേ, നിന്റെ ഗ്ലാസ് വേണ്ടേ? നീ കണ്ണിൽ കുത്തി കയറൂട്ടാ. പോക്കൂട്ടാ ഇനി എന്താ? പെട്ടോ? അങ്ങനെ നമ്മുടെ അൽഫാൻ എമിറേറ്റ്സിൻ്റെ പർച്ചേസിങ് കഴിഞ്ഞ് യാത്രയായി കൊടുംവെയിലേക്ക്. നെക്സ്റ്റ് ഇനി ഡേ ടു ഡേയിലേക്കാണ് ഞങ്ങളുടെ ഒരു യാത്ര. പോക്കൂട്ടൻ നല്ല ഉറക്കാണ്, കാലത്ത് നേരത്തെ എനിച്ചാണ് ആളിന്ന്. പാവം പോക്കൂട്ടൻ സാധാരണ ഇവിടെയൊക്കെ എത്തുമ്പോൾ ചാടി എനിക്ക് നോക്കണ ആളാണ് വണ്ടികളുടെ സ്പീഡ് കാണുമ്പോൾ. നമ്മുടെ മെട്രോ സ്റ്റേഷനാണ് ഓൺ പാസീവ്. ഇവിടെ തന്നെ ഓൾമോസ്റ്റ് കാർ ഷോറൂമുകളാണ് കാണുന്നതല്ല. നമ്മുടെ മിസ്റ്റുബുഷിയുടെ ഷോറൂം, ഫസ്റ്റ് തന്നെ വന്നത് വെള്ളത്തിൻ്റെ ബോട്ടിൽ വാങ്ങാനാണ്. വെള്ളത്തിൻ്റെ ബോട്ടിൽ കംപ്ലൈൻ്റ് ആയിരുന്നു കൊണ്ട് ബെഡ്ഷീറ്റ് എടുക്കാൻ ഒന്നാണ്. ബെഡ്ഷീറ്റ് എടുക്കലൊക്കെ കഴിഞ്ഞു.
പൂക്കോട്ടിൻ്റെ ബർത്ത്ഡേ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ള ബലൂണും ഡെക്കറേഷൻ ഐറ്റംസൊക്കെ വാങ്ങാൻ അവിടേക്ക് അതുകൂടി പ്ലാൻ ആക്കിയിട്ടാണ് വന്നത്. അത് വാങ്ങിക്കോ. അത് വാങ്ങിക്കോ. അത് വാങ്ങിക്കാം. നമുക്ക് അലങ്കോല പ്രവർത്തനത്തിനുള്ള എല്ലാ സാധനങ്ങളും കൂടി ഉണ്ട്. നമ്മൾ ബില്ലിങ്ങിലെത്തി. കൂട്ടം നടന്നുണ്ട്. ഇത് എവിടെയാ? കൂട്ടൻ ഉറങ്ങിയിട്ടത് ഇവിടെയാണ്. നല്ല അലങ്കോല പ്രവർത്തനങ്ങളാണ്. അങ്ങനെ പോക്കുട്ടി താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. ഉറക്കപ്പിച്ചയിൽ പിച്ച വെച്ച് നടക്കുന്നുണ്ട്. ഭയോ നടക്ക്. ഇവിടെ ഫുള്ള് ലക്ഷറീസ് കാറാണുള്ളത് ഈ ഷോറൂമിൽ. നമ്മളെ കൊണ്ടൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാറുകൾ. ഇനി നെക്സ്റ്റ് യാത്ര ഒയാസിസ് മാളിലേക്ക്. പോക്കോട്ടിന് സെർലാക്ക് വാങ്ങണം. പിന്നെ അമ്മ KFC വാങ്ങിത്തരും. അതിൻ്റെ ഇടയിൽ നമ്മുടെ മൈക്കിൻ്റെ മാഗ്നറ്റ് ഒന്ന് പോയി. അതും പോക്കൂട്ടം തന്നെ കണ്ടുപിടിച്ച് തന്നു നമുക്ക്. പോക്കോട്ടെ തടവി നോക്കിയാണ് എൻ്റെ മേത്ത്. അപ്പോഴാണ് എനിക്കത് പോയത് മനസ്സിലായത്. പുതിയ മൈക്കായിരുന്നു. പോക്കോട്ടെ ഇപ്പോൾ ഗ്ലാസ് വാങ്ങിയ ശേഷം ഫുൾ ടൈം ഗ്ലാസ് വെച്ചിട്ട് നടക്കണല്ലോ. ഉറക്കത്തിൽ ആൾ മറന്നു പോയതായിരുന്നു. അപ്പോൾ വീണ്ടും ഗ്ലാസ് കാണുന്ന വാശി പിടിച്ച് വീണ്ടും ഗ്ലാസ് വെച്ചിരിക്കുകയാണ്. ബേസ്മെൻ്റ് ആയതുകൊണ്ട് കണ്ണ് കാണില്ല. അപ്പോൾ ഗ്ലാസ് തട്ടി നോക്കണം. അങ്ങനെ നമ്മളെപ്പോൾ വന്നാലും ഇവിടെ ബേസ്മെൻറ്റ് ഈ സൈഡുള്ള പാർക്കിംഗ് ഉള്ളൂ. ഇറങ്ങിയ വഴിക്ക് തന്നെ. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പാർക്കിങ് അന്വേഷിച്ച് നടക്കേണ്ടി വരും. പിന്നെ നമ്മുടെ സ്ഥിരം ഒരു സ്പോട്ടുണ്ട്. നേരെ KFC കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കണം. വിശന്ന് തുടങ്ങി. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 2 മണിക്ക് ഇറങ്ങിയതാണ്. പോക്കൂട്ടിൻ്റെ മെയിൻ സ്ഥലമാണത്. ഇവിടെ നിന്നാണ് വലമ്പുണ്ടാക്കാറ്. പോക്കൂട്ട വേഗം കണ്ണട മാറ്റിയിട്ടുണ്ട്. അതിന് സന്തോഷമായിട്ടുണ്ട്. ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ പോക്കോട്ടം വരാറില്ല. അതുകൊണ്ട് നമ്മൾ കയറ്റാറില്ല ഉള്ളിൽ. നമ്മൾ അങ്ങനെ പൊന്മോള് വാങ്ങാൻ പോയിട്ടുണ്ട്. ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. പോക്കൂട്ടാ എവിടെ വന്ന് നോക്കണത്? പാപ്പം കഴിക്കാനാ? അങ്ങനെ KFCയുടെ ആള് വന്നിട്ടുണ്ടാവും. KFC ആയിട്ട് പൊന്മോളാണ് കാഷ്യറൊക്കെ നമ്മുടെ കമ്പനിയിലെ. പോക്കട്ടെ വേഗം സ്ട്രോയൊക്കെ പൊട്ടിച്ചു തുടങ്ങി. കഴിഞ്ഞ് കയ്യൊക്കെ കഴുകി സെറ്റായി. പോക്കട്ടെ പോക്കട്ടെ ഫ്രഞ്ച് ഫ്രൈസ് വന്നപ്പോൾ ചാർജായിട്ടുണ്ട്. നമ്മൾ റൂട്ട് മാറ്റി പിടിച്ചിട്ടുണ്ട്.
അപ്പുറത്തെ വഴിക്ക് പോയാൽ അവിടെ മറ്റേ ഗെയിമിങ് സ്റ്റേഷനാണ്. പിന്നെ പോകട്ടെ, അതിൻ്റെ ഉള്ളിൽ കയറാനാ കൂടെ അലമ്പുണ്ടാക്കാം. അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ അവിടെ ഓരോ സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പോകോടൻ്റെ മനസ്സ് കിടന്ന് ചാഞ്ചാടുണ്ട്, കരഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്. പൈസ പോകാനുള്ള എല്ലാ വകുപ്പുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മളവിടെ കയറാണ്ട് എസ്കേപ്പ് അടിച്ചു. ഇനി കാരിഫോർ പോയിട്ട് സെർലാക്ക് വാങ്ങിയിട്ട് തിരിച്ച് റൂമിൽ പോകണം. ഇനിയൊരു പോയിന്റിലും കയറണ്ട. പോയിന്റിലൊക്കെ കയറി കഴിഞ്ഞ് ഇനി ഇവിടെ പോയി നിൽക്കലുണ്ടാവുള്ളൂ. പോകൊണ്ട് വിഷമമുണ്ട് മുഖത്ത്. അവിടെ കണ്ടപ്പോൾ ഒരു ചിരിയൊക്കെ വന്നതാർന്ന്. ഇപ്പം എല്ലാം പോയി അവൻ്റെ. എത്ര പൂക്കൂട്ടം വീണ്ടും വഴി തെറ്റാനുള്ള സാഹചര്യമുണ്ട്. പൂക്കൂട്ടിൻ്റെ സൈഡ് വലിവുണ്ട് മിഠായികൾ കാണുമ്പോൾ. നമ്മളങ്ങനെ തന്നെ ശീലിപ്പിച്ചിട്ടില്ല മിഠായി അടിപ്പിക്കാൻ. അങ്ങനെ എടുത്തു തുടങ്ങിയാൽ പിന്നെ നമുക്ക് എന്നും എടുക്കലുണ്ടാവുള്ളൂ അല്ലേ പൂക്കൂട്ടാ? ഇതാണ് പൂക്കൂട്ടൻ്റെ ലോകം, സെർലാക്ക്. പൂക്കൂട്ടൻ്റെ ദേശീയ ഭക്ഷണമാണ് സെർലാക്ക് എന്നും. എന്താ സെർലാക്ക് കൊണ്ട് പൂക്കൂട്ടം ഓടാണ്. ആർക്കും തരുന്നില്ല അവൻ. ആ വാ, ഞാൻ പിടിച്ചിട്ടുണ്ടെന്ന് പോവില്ലാന്ന്. വേം വാ, കിട്ടിയ പോ. അങ്ങനെ അപ്പോൾ ഒരു ഞായറാഴ്ച കഴിഞ്ഞു കൊടുത്ത. നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.